നമസ്കാരം, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്ന, കഴിഞ്ഞ വീഡിയോയിൽ വരെ ചോദിച്ചിരുന്ന കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. അതിൽ മെയിനായിട്ട് വന്നിരുന്നത് എങ്ങനെയാണ് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളതാണ്. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഞാനങ്ങനെ എന്താ പറയുക, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തില്ല. പണ്ട് തുടങ്ങി ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിം ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഞാൻ ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഡെലിവറിക്ക് ശേഷമാണ് നല്ല വെയിറ്റ് ഒക്കെ വന്നത്. പിന്നെ ആസ്മ വന്നതിന് ശേഷമാണ് ഇൻഹേലറും സ്റ്റീറോയിഡുള്ള മെഡിസിൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡയറ്റൊക്കെ കംപ്ലീറ്റ് ആകെ അഴുകുഴാന്നായപ്പോൾ വീണ്ടും വണ്ണം വെച്ചു. ഇപ്പോൾ വീണ്ടും പഴയ സ്റ്റേജിലേക്ക് തന്നെ വന്നു. അന്നും ഇന്നും ഹെൽത്ത് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കറക്റ്റായിട്ടൊരു വേവ് ലെങ്ത് കൂടെ പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആകെ ഇറിറ്റേറ്റഡ് ആവും. അതെൻ്റെ ബോഡി അങ്ങനെ തന്നെയാണ്. കാരണം എനിക്കൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങളൊക്കെ എപ്പോഴും ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം, ഒരു കയ്യാൽ പുറത്തിരിക്കണ തേങ്ങ പോലെയാണ് ഞങ്ങളൊക്കെ. ഇന്ന് കണ്ട ഒരു സിറ്റുവേഷൻ അല്ല നാളെ, പെട്ടെന്നായിരിക്കും അവർക്ക് ഡ്രാസ്റ്റിക് ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബാധിക്കുന്നത്. അപ്പോൾ നമ്മളതനുസരിച്ച് നമ്മളുടെ ബോഡീനെ കറക്റ്റായിട്ട് കൊണ്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പണി കിട്ടും. അങ്ങനെ പണി കിട്ടിയൊരു ബോഡിയാണ് ഈ ഇരിക്കുന്നത്. ഇപ്പോൾ ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഞാനൊന്ന് എൻ്റേതായ രീതിയിലൊക്കെ ഒന്ന് മാറ്റി, കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് കറക്റ്റ് സമയത്ത് ഉറങ്ങി, ഇതെല്ലാം ചെയ്തപ്പോഴാണ് തിരിച്ച് എൻ്റെ ബോഡി ബാക്ക് ടു നോർമലിലേക്ക് വന്നത്. ഞാൻ ആദ്യമേ ഭയങ്കര വണ്ണം ഉണ്ടായിരുന്ന ഒരാളും പിന്നീട് പെട്ടെന്ന് ഡ്രാസ്റ്റിക് ആയിട്ട് വണ്ണം കുറഞ്ഞൊരു വ്യക്തിയൊന്നുമല്ല. പൊതുവേ എൻ്റെ ശരീരം പണ്ട് തുടങ്ങിയ ഒരു ഡാൻസറായിരുന്നു, യോഗ ചെയ്യുന്ന ഒരാളായിരുന്നു. അത്യാവശ്യം മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത്, ഒരുപാട് വാരി വലിച്ച് കഴിക്കുന്ന ശീലമൊന്നും അന്നും ഇന്നും എനിക്കില്ല. പിന്നെ ഞാൻ കുറച്ച് ഹെൽത്ത് കോൺഷ്യസും കൂടെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ വലിയ വണ്ണമൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ വണ്ണം വെക്കാനൊക്കെ എനിക്കിഷ്ടമാണ്. കാരണം ചെറുപ്പം തുടങ്ങിയ ഒരുപാട് ബോഡി ഷേമിങ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ വണ്ണം ഇല്ലാതിരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ പണ്ട് അത്യാവശ്യം കുറച്ച് ചബ്ബിയായിട്ട് ഇരുന്നാലാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് പറയുള്ളൂ. ഒരുപാട് കളിയാക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലുള്ള എന്താ പറയുക, വീട്ടുകാരുടെ ഒക്കെ കളിയാക്കലുകൾ ഒരുപാട് തവണ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോഴൊക്കെ ഭയങ്കര ഒരു നേരിട്ട് പറയും, നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ഒരുപാട് പേര് നിൽക്കുമ്പോൾ ഇൻസൾട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ഇന്ന് പക്ഷേ നമ്മളോടൊക്കെ അവർ തിരിച്ച് ഇത് എങ്ങനെയാ കുറച്ചത് ചോദിക്കുമ്പോൾ ഒരു ഇച്ചിരി അഹങ്കാരം ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഭക്ഷണം, ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അത് കൺട്രോൾഡ് ഫുഡ് ഇങ്ങനെ കഴിക്കണം അങ്ങനെയൊന്നുമല്ല. അത് ഞങ്ങൾക്ക് ചെയ്തത് വണ്ണം വയറ് നല്ല പോലെ ഉണ്ടായിരുന്നു. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെയ്തത് ലേറ്റ് നൈറ്റ് ഉള്ള ഫുഡ് ഒഴിവാക്കുക. അതായത് 8 മണിക്ക് 8:30, മാക്സിമം 8:30ക്ക് ശേഷം ഞാൻ ഭക്ഷണം ഒന്നും തന്നെ കഴിക്കാറില്ല. നൈറ്റ് എല്ലാ ദിവസവും അങ്ങനെയാണ്. പക്ഷെ ആദ്യം അങ്ങനെ ആയിരുന്നില്ല. ഈ വണ്ണം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ നല്ലോണം ഭക്ഷണം ഒരു 10:30-11 മണി തുടങ്ങി ഞാൻ നല്ലോണം ഫുഡ് കഴിക്കുമായിരുന്നു. അത് കഴിക്കുന്നത് കൂടുതലും ഫ്രൈഡ് ഐറ്റംസ് ആണ്. കാരണം വേറൊന്നുമല്ല, എനിക്കിവിടെ വെക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഫുൾ ടൈം ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടും അതിൻ്റെ തിരക്കുകളിലൊക്കെ ആയിരുന്നുകൊണ്ട് കൃത്യമായി ഫുഡ് നേരെ ചൊവ്വേ എനിക്ക് വീട്ടിൽ വെക്കാനുള്ള സമയം സത്യം പറഞ്ഞാൽ കിട്ടിയിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഹോട്ടൽ ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് ഭക്ഷണങ്ങൾ എനിക്ക് നെഗറ്റീവായിട്ട് എൻ്റെ ബോഡിയിൽ ഉണ്ടായിരുന്നു. രാത്രി ലേറ്റായിട്ട് ഫുഡ് കഴിക്കുക, പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ചിലപ്പോൾ കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ നമ്മൾ അത്രയും നേരം നമ്മുടെ ബോഡിയിൽ ഗ്യാസ് ഫോർമേഷൻ, നമുക്ക് എല്ലാവർക്കും അറിയാം, രാവിലെ എണീറ്റ് വരുമ്പോൾ എന്താ പറയുക, നമ്മുടെ ബോഡിയിൽ ഇഷ്ടം പോലെ ഗ്യാസ് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ, അസിഡിറ്റി ഒക്കെ കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാതെ വീണ്ടും നമ്മൾ ഗ്യാപ്പ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കും. മൈഗ്രെയിൻ വരാൻ തുടങ്ങി, അതുപോലെ തന്നെ ആസിഡ് റിഫ്ലക്ഷൻ ഉണ്ടാവാൻ തുടങ്ങി. ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കും. മാത്രമല്ല ഓവറായിട്ട് നമ്മൾ വെയിറ്റും വെക്കും. നമ്മൾ ചിലർ പറയും നല്ലോണം ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ് അവർ വെയിറ്റ് വെക്കുന്നതെന്ന്. അങ്ങനെയൊന്നുമല്ല. ബോഡിക്ക് മൂവ്മെൻറ്റ് ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് വെയിറ്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടും നമ്മളെന്തെങ്കിലും മെഡിസിൻസിൻ്റെ സൈഡ് എഫക്ട്സ് കൊണ്ട് നമുക്ക് ഓവർ വെയിറ്റ് ഉണ്ടാവാം. നമുക്ക് എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസ് ലൈക്ക് PCOD, തൈറോയിഡിന് 2 വിഭാഗങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒന്ന് വണ്ണം കുറയുന്ന തൈറോയിഡുണ്ട്, ഒന്ന് വണ്ണം കൂട്ടുന്ന തൈറോയിഡുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഓവർ വെയിറ്റ് ഉണ്ടാവാം. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ക്ലിയർ അല്ലാതിരിക്കുമ്പോൾ, ഇതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഓവർ വെയിറ്റ് വരാനുള്ള റീസൺസ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പുവർ ഡയറ്റ്, ഞാൻ കഴിച്ചിരുന്ന ഭക്ഷണം മോശമായിരുന്നു. 2, എനിക്ക് ഉറക്കം വളരെ കുറവായിരുന്നു. 3ാമത്തെ കാര്യം, ഞാൻ കഴിച്ചിരുന്ന മെഡിസിൻസിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൊണ്ടാണ് എനിക്ക് ആസ്മയും അതുപോലെ തന്നെ ഈ പറയുന്ന എന്താ പറയുക വെയിറ്റും ഒക്കെ ഉണ്ടായത്. പിന്നെ കറക്റ്റായിട്ടൊരു മെനു എന്ന് പറയാം. രാവിലെ ഞാൻ ചായക്ക് പകരം ആദ്യം ചായ അല്ലെങ്കിൽ കാപ്പി, കട്ടൻ ചായ, ഇതൊക്കെയാണ് മെയിനായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. എല്ലാവരും രാവിലെ എണീറ്റ് ചായയോ കാപ്പിയോ ഒക്കെ കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ചിലവർക്ക് ഡയറി പ്രൊഡക്ട്സ് കഴിക്കുമ്പോൾ മിൽക്ക് ഇൻടോളറൻസ് ഉള്ള ആളുകളുണ്ടാവും. അതായത് പാല് പെട്ടെന്ന് ദഹിക്കാത്ത ആളുകളുണ്ടാവും. അങ്ങനെയുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് സ്ട്രെസ് കൂടുതലുള്ള സ്ത്രീകൾക്ക്, ആങ്സൈറ്റി കൂടുതലുള്ള സ്ത്രീകൾക്ക്, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക്
ഈ ഹോർമോണൽ ഇംബാലൻസ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക്, പിന്നെ ഈ IBS ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറയുന്ന സിറ്റുവേഷനുള്ള സ്ത്രീകൾക്കൊക്കെ, സ്ത്രീകൾ എന്ന് വെച്ചാൽ ഞാൻ അവരെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയുന്നേ ഉള്ളൂ, ഇവർക്കൊക്കെ ചിലപ്പോൾ, എല്ലാവർക്കും അല്ല, ചിലപ്പോൾ പാല് അലർജി ഉണ്ടാവാം. പാലിലുള്ള ചില കാര്യങ്ങൾ അലർജറ്റിക് ആയിട്ട് ഉണ്ടാവാം. അതുപോലെ തന്നെ നെയ്യ്, വെണ്ണ, മോര്, തൈര്, ചീസ്, ഇതൊക്കെ അലർജി ഉള്ളവരുണ്ടാവും. പെട്ടെന്ന് ദഹിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ആദ്യം ഞാൻ കട്ട് ചെയ്തത് പാലാണ്. പാല് കട്ട് ചെയ്തു. പിന്നെ നല്ലോണം ചിക്കൻ കറി വെച്ചതും വറുത്തതും ഒക്കെ നല്ല ഇഷ്ടമുള്ള ആളായിരുന്നു. അപ്പോൾ കഴിച്ചിട്ട് ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കി. പിന്നെ എല്ലാ സാധനങ്ങളും, അതായത് വേവിച്ച് കഴിക്കുക, ആവിയിൽ വേവിച്ച് കഴിക്കുക. ഫ്രൈഡ് ഐറ്റംസ് ഒന്നും ഞാനൊരു 10-21 ദിവസത്തേക്ക് എടുത്തിരുന്നില്ല. നല്ലോണം ചിപ്സ്, മിക്സ്ചർ, കായ വറുത്തത്, എന്താ പറയുക, ഇതൊക്കെ സാധനങ്ങളൊക്കെ നല്ലോണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. ഈ ഹോർമോൺ ഇംബാലൻസ് വന്നതിന് നമുക്കറിയാം, ഭക്ഷണം ശരിയായില്ല, ഉറക്കം ശരിയായില്ലെങ്കിൽ നമുക്ക് ഹോർമോൺ ഇംബാലൻസ് വരും. നമ്മുടെ വയറിനെ നന്നായിട്ട് ബാധിക്കും, നമ്മുടെ ഗട്ട് ഹെൽത്തിനെ അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് ആക്നെ വരാൻ തുടങ്ങും. നമ്മുടെ ബോഡിയിൽ വയറ്റിൽ ഇൻഫെക്ഷൻസ് ഉണ്ട്, ഇൻഫ്ലമേഷൻ നിങ്ങളുടെ ബോഡിയിലുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഇമ്മ്യൂണിറ്റി പവർ കുറവായിട്ടുണ്ടെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ ഫേസിലാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുക. അത് എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ തന്നെയാണ്, ഫേസിലാണ് ആദ്യം റിഫ്ലക്റ്റ് ചെയ്യുക. എനിക്ക് നിറയെ ആക്നെ ആയിരുന്നു. ഈ ഏരിയയിൽ ഫുള്ള്, ചിന്ന ഏരിയയിൽ ഇവിടെയൊക്കെ നിറയെ ആക്നെ ഉണ്ടായിരുന്നു, നെറ്റിയിൽ ഒക്കെ ആക്നെ ഉണ്ടായിരുന്നു. ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡയറ്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. മോർണിംഗിൽ കറക്റ്റായിട്ട് ഞാൻ കഴിച്ചിരുന്നത് ആഷ്കോട്ട് ജ്യൂസ് ആണ്. അതിന് മുൻപ് ഞാൻ പല തവണ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും യൂസ്ഫുൾ ആവണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ കുമ്പളങ്ങയുടെ നീര് ഡെയിലി ഞാനൊരു 21 ദിവസം അതാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ചില സമയത്ത് മാറിയിട്ട് ABC ആക്കും. വല്ലപ്പോഴും മാത്രമാണ്, വല്ലാണ്ട് കൊതി വരുമ്പോഴാണ് കുറച്ച് ചൂടുള്ള ചായ, കട്ടൻ ചായയോ അല്ലെങ്കിൽ പാലൊഴിച്ച ചായയോ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരുപാട് പേര് പറയുന്നത് ഡെയിലി നമ്മൾ ABC ജ്യൂസ് കുടിച്ചാൽ അത് കിഡ്നിക്ക് തകരാറുണ്ടാക്കും, ഡെയിലി നമ്മൾ ആഷ്ഗോഡ് ജ്യൂസ് കുടിച്ചത് കുമ്പളങ്ങ നീര് കഴിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ആൽക്കലൈനാണ്, അത് നമ്മുടെ ബോഡിയിൽ പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം കറക്റ്റായിട്ട്, എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്നതുകൊണ്ടാണ് ഈ കുമ്പളങ്ങ നീര് എങ്ങനെ കുടിക്കുക, കുമ്പളങ്ങ നീര് എങ്ങനെ കുടിക്കുക എന്ന്. സാധാരണ പോലെ തന്നെ കുമ്പളങ്ങ കട്ട് ചെയ്തിട്ട് ജ്യൂസാക്കി നമ്മൾ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് പിഴിഞ്ഞെടുത്ത് നേരെ കഴിക്കാൻ പാടില്ല. കുമ്പളങ്ങ രാവിലെ എണീറ്റ് നേരെ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ജ്യൂസ് അടിച്ച് കുടിക്കരുത്. ഫൈബർ നല്ലപോലെ ലോഡാവും. അത് നമ്മുടെ മോഷനെ, ബൗളിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ജ്യൂസ്, വെള്ളം മാത്രമായിട്ട് നമ്മൾ കഴിക്കുക. അതെനിക്ക് എൻ്റെ ബോഡിയിൽ നല്ലപോലെ ആസിഡ് റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാനത് കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ബെല്ലി ഫാറ്റ് പോവും, നമ്മുടെ വയറിൻ്റെ ഫാറ്റ് നല്ലോണം കൺട്രോൾ ആവും. പക്ഷെ എല്ലാവർക്കും അത് സൂട്ടബിൾ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് കേട്ടോ. ശേഷം ഒരു 8:30, മോർണിംഗ് ഒരു 8:30 ആയിക്കഴിഞ്ഞാൽ ഒരു 2 ഇഡലി, ചപ്പാത്തി ആണെങ്കിൽ ഒരു 2 എണ്ണം, ഇടിയപ്പാണെങ്കിൽ ഒരു 2 എണ്ണം, മാക്സിമം 3 എണ്ണം. അതിൻ്റെ കൂടെ എന്തെങ്കിലും പ്രോട്ടീനുള്ള ഭക്ഷണം, നമ്മൾ പയറോ കടലയോ ഗ്രീൻ പീസോ മുട്ടയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ കഴിച്ചിട്ട് അങ്ങ് അവസാനിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ 11 മണിക്കൊക്കെയാണ് പ്രത്യേകിച്ച് നമുക്ക് പീരീഡ്സിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ചിപ്സ് കഴിക്കാനുള്ള ക്രേവിങ്സ് കൂടും, മധുരം കഴിക്കാനുള്ള ക്രേവിങ്സ് കൂടും. ഞാൻ ആ 21 ദിവസം ശരിക്കും പറഞ്ഞാൽ ഷുഗർ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തിട്ടില്ല, എന്നാലും ഷുഗർ കട്ട് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മോർണിംഗ് കഴിക്കുന്നത് ഞാൻ പറഞ്ഞു കുമ്പളങ്ങ നീരാണ് കഴിച്ചുകൊണ്ടിരുന്നത്, വല്ലപ്പോഴാണ് മധുരട്ട് ചായ കുടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇൻ ബിറ്റ്വീൻ, അതായത് ഒരു 11 മണിയാകുമ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് എടുക്കുക. ഒരു വാട്ടർമെലൺ എടുക്കാം. എനിക്ക് ഇമ്മ്യൂണിറ്റി പവർ പൊതുവേ കുറഞ്ഞിരിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പോമഗ്രാനൈറ്റ്, 30 കഴിഞ്ഞ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ അനാറിലെ മാതള നാരങ്ങ അതും നമുക്ക് കഴിക്കാം. വളരെ നല്ലതാണ്. കാരണം എല്ലാ മാസവും നമുക്ക് മാസമുറ ഉള്ളതാണ്, പീരീഡ്സ് ഉള്ളതാണ്. നമ്മുടെ ബോഡിയിൽ നിന്ന് ഇഷ്ടംപോലെ രക്തം അതനുസരിച്ച് പോകുന്നുണ്ട്. ചില ആളുകൾക്ക് PCODയും തൈറോയിഡും സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഉള്ള ആളുകൾക്ക് കൂടുതലായിട്ട് രക്തസ്രാവം ഉണ്ടാവാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ എന്തായാലും കാണിക്കണം. ഒക്കെ ആണെങ്കിലും നമ്മൾ ഇതിനൊക്കെ ബാലൻസ് ചെയ്യണം. എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് വന്നാലും നമ്മൾ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഡയറ്റിലൂടെയാണ്, കൃത്യമായ ചിട്ടയിലൂടെയാണ്. അപ്പം മാതള നാരങ്ങ ഒരു 100 ഗ്രാം ഒരു 11 മണിയാകുമ്പോൾ അത് കഴിക്കുക. വാട്ടർമെലൺ ആണെങ്കിൽ വാട്ടർമെലൺ മാത്രം കഴിക്കുക, അതിൻ്റെ കൂടെ വേറെ ഒന്നും ചെല്ലണം എന്നില്ല. മാമ്പഴ സീസൺ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മാമ്പഴം കഴിക്കുക. എനിക്ക് തോന്നുന്നു ആ വേനൽക്കാലം സമയത്തൊക്കെയാണ് നല്ലപോലെ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്തിരുന്നത്. ഉച്ചയ്ക്ക് ചോറ് കഴിക്കും. ചോറിൻ്റെ കൂടെ എന്തെങ്കിലും പ്രോട്ടീനുള്ള നമ്മുടെ സാധാരണ കറികൾ കഴിക്കാം. ഇലക്കറികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കുക. മീൻ കറി നല്ലതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു 30-35 ആകുമ്പോഴത്തേനും വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി നല്ലപോലെ ഉണ്ടാവും. നമ്മുടെ ബോഡിയിൽ ഡ്രൈനെസ്സിൻ്റെ മെയിൻ റീസൺ വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നതുകൊണ്ടാണ്. കാല് ഡ്രൈ ആയിട്ടിരിക്കുന്നത് കൊണ്ട്, മുടി ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുക, പിന്നെ
നമ്മുടെ ഫേസ് ഡ്രൈ ആയിട്ടിരിക്കുക, നമ്മുടെ ശരീരഭാഗങ്ങളിൽ നഖമൊക്കെ ഇങ്ങനെ എന്താ പറയുക, നഖത്തിൻ്റെ ചുറ്റും ക്യൂട്ടിക്കിൾസ് ഒക്കെ ഡ്രൈ ആയിട്ടിരിക്കുക, ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ എന്ത് വേണം, വൈറ്റമിൻ ഇയുടെ കുറവാണ്. ബ്യൂട്ടി വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ബ്യൂട്ടി വൈറ്റമിൻ. നമ്മുടെ മുഖത്ത് ആ ഒരു ഗ്ലോ, ഒരു തെളിച്ചം ഒക്കെ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, വൈറ്റമിൻ ഇ അത്യാവശ്യമാണ്. അപ്പോൾ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ കിട്ടുന്നത്, അത് കഴിക്കുക. നട്ട്സ് കഴിക്കുക, എപ്പോഴും സോക്ക് ചെയ്ത് കഴിക്കുക. അങ്ങനെയാണ് ബയോട്ടിൻ പൗഡറൊക്കെ എൻ്റെ ഡയറ്റിൽ കയറുന്നതും. അത് എനിക്ക് ഒരുപാട് ബെനിഫിഷ്യൽ ആയപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പ്രോഡക്റ്റ് അമ്മാസിൽ നിന്ന് ബയോട്ടിൻ ചെയ്തത്. കാരണം നല്ലപോലെ വൈറ്റമിൻ ഇ റിച്ച് സോഴ്സാണ് നമ്മളുടെ ബയോട്ടിൻ എന്ന് പറയുന്നത്. അതൊരു ഇപ്പോൾ ഉച്ചയ്ക്ക് ആ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ബയോട്ടിൻ ഒരു വൈകുന്നേരം ചായക്ക് പകരം അതാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ശർക്കര ഉണ്ടെന്ന് ഫുൾ ഷുഗർ കട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ നമ്മുടെ ബോഡി വീക്കാവും. അത്യാവശ്യം ഷുഗറൊക്കെ നമ്മുടെ ബോഡിയിൽ ആവശ്യമാണ്. അപ്പോൾ ഫ്രൂട്ട്സിൽ നിന്ന് നമുക്കത് കിട്ടും. വൈകുന്നേരം കഴിക്കുന്ന ബയോട്ടിൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടും. അല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സ് നമ്മൾക്ക് കഴിക്കാം, കപ്പലണ്ടി അല്ലെങ്കിൽ പിസ്ത, ചിലപ്പോൾ ചിലർ അണ്ടിപ്പരിപ്പൊക്കെ കഴിക്കുന്നത് കാണാം. അതുപോലെ ബദാം, ഇതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ഞാൻ വൈകുന്നേരം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഫുഡ് കംപ്ലീറ്റ് അവസാനിപ്പിക്കും. രാത്രി കഴിച്ചുകൊണ്ടിരുന്നത് ചപ്പാത്തിയാണ്. ചോറ്, എനിക്ക് ശ്വാസമുട്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. കൊറോണ വന്നതിന് ശേഷമാണ് ശ്വാസമുട്ട് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, ആസ്മ വന്നപ്പോൾ ഇൻഹേലർ യൂസ് ചെയ്യുന്നതോറൊക്കെ എനിക്ക് ഇങ്ങനെ റിക്കറൻ്റ് ആയിട്ട്, ഇപ്പോൾ ഈ വീടിൻ്റെ പണിയൊക്കെ നടക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് നല്ലപോലെ പൊടി, കണ്ടമാനം ലോറികൾ ഇങ്ങനെ വന്ന് ഇറങ്ങി കയറി പോകുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഈ ഡസ്റ്റ് അലർജി നല്ലപോലെ കയറിയിട്ട് ആണ് എനിക്ക് ആസ്മ വന്നിട്ടുണ്ടായിരുന്നത്. കൂടെ കൊറോണയും ഇതും ഒക്കെ കൂടെ ഒരുമിച്ചായി. ഈ ആസ്മ വന്ന സമയത്താണ് ഞാൻ ഈ ഇൻഹേലർ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കിയൊരു കാര്യം, രാത്രി ചോറ് കഴിച്ചിട്ട് കിടന്നാൽ എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുണ്ടാവാറുണ്ട് നൈറ്റ് കിടക്കുമ്പോൾ. അത് എത്ര പേർക്ക് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. രാത്രി ചോറ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥത. ഒരു 11 മണി 12 മണി ആകുമ്പോഴത്തേനും എണീറ്റിരിക്കണം, കുറേ നേരം ഇരുന്ന്. പിന്നെ പില്ലൊക്കെ ചാരി വെച്ചതിന് ശേഷമൊക്കെയാണ് ഞാൻ ഇരുന്നൊക്കെയാണ് ഉറങ്ങിയിരുന്നത്. അപ്പോൾ നൈറ്റ് ചോറ് കട്ട് ചെയ്തു. അപ്പം തന്നെ നമ്മുടെ കാർബോയുടെ പോർഷൻ കുറേ കുറഞ്ഞു. പക്ഷെ ചപ്പാത്തി ഒരു 5 എണ്ണം കഴിച്ചിട്ട് ചോറുണ്ടില്ല എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. 2 ചപ്പാത്തി അല്ലെങ്കിൽ 3 ചപ്പാത്തിയൊക്കെ, ചെറിയ ചപ്പാത്തികൾ ഉണ്ടാവുമല്ലോ, അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്, പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വിഷൻ ചപ്പാത്തി ഒന്നുമല്ല. വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തിയിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് രാത്രി അത് എടുക്കുക. ഇതൊരു കൃത്യമായി, പിന്നെ വെള്ളം നല്ലപോലെ കുടിക്കുക, അത് ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെയിറ്റിൻ്റെ ഒരു വെയിറ്റ് മെഷീനൊക്കെ വീട്ടിൽ വാങ്ങിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ കുറച്ചും കൂടെ കോൺഷ്യസ് ആവും. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ എന്തൊരു കാര്യവും കോൺഷ്യസ്ലി ചെയ്യുമ്പോൾ നമുക്ക് അതിലൊരു മിതത്വം, ഒരു കൺട്രോൾ ഉണ്ടാവും. ചറ പറന്ന് ഇങ്ങനെ അവിടെ നിന്ന് കഴിക്കുന്നത് കുറേ കിട്ടുന്ന കുറേ സാധനങ്ങൾ വാരി കഴിക്കുക, ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മുടെ ബോഡി അത് പ്രോപ്പറായിട്ട് റിഫ്ലക്റ്റ് ചെയ്യില്ല. നമുക്കൊരു ബോധം ഉണ്ടാവണം, ഞാൻ എന്താ ചെയ്യണേ, ഞാനിപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുകയാണ്, എൻ്റെ അസുഖം കുറയണം, മാറണം. അതിന് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക, കുറച്ചുകൂടി കൺട്രോൾഡ് ആവും നമ്മുടെ ഡയറ്റും നമ്മുടെ ലൈഫ് സ്റ്റൈലും. ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഡയറ്റ് പ്ലാൻ കൊണ്ടുവന്നത്. ഇതിൽ മറ്റാരും പറഞ്ഞു തന്ന ഒരു സാധനവും ഞാൻ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ ബോഡി എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുള്ളത് കൊണ്ട്. ഇപ്പം ഇന്ന് 2 ദിവസം നന്നായിട്ട് ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ 3-ാമത്തെ ദിവസം എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും ശരീരത്തിന്. അപ്പോൾ ഉറക്കം കൺട്രോൾ ചെയ്യുക. പിന്നെ ഒരു ഗാഡ്ജറ്റിന് ഞാനൊരു 9-9:30 മാക്സിമം, രാത്രി 9:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പരമാവധി നമ്മുടെ മൊബൈൽ ഫോണും ലാപ്പും TV പിന്നെ അങ്ങനെ കാണുന്ന ശീലം ഇല്ല. എന്നാലും വല്ലപ്പോഴും മാത്രമേ കാണുള്ളൂ. രാത്രി ആകുമ്പോൾ കുട്ടികളെ കൊണ്ടും അതൊക്കെ ഓഫ് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറക്കമൊക്കെ തന്നെ വരും. പിന്നെ വയസ്സാവും തോറും കുറേ ആളുകൾക്ക് ഉറക്കക്കുറവിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒക്കെ നോക്കണം. കാരണം എപ്പോഴും നമുക്ക് എന്താ പറയുക, കുറച്ചുകൂടെ ഏജ് കൂടുന്തോറും കുറേ കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ കിട്ടണം എന്നില്ല. അപ്പോൾ നമുക്ക് മറ്റ് ചില സപ്പോർട്ടിങ് സിസ്റ്റംസ് ഒക്കെ നമുക്ക് വേണ്ടി വരും. ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കൃത്യമായ രീതിയിൽ ഒരു അച്ചടക്കം നമ്മുടെ ഡയറ്റിൽ, നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിനമായ കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മുടെ വെയിറ്റും ഒക്കെ നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അൺനെസസറി ആയിട്ടുള്ള ജങ്ക് ഫുഡ്, ഹോട്ടൽ ഫുഡ്, ഫ്രൈഡ് ഐറ്റംസ്, ഓയിലിൽ വറുത്തത്, പൊരിച്ചത്, ഇതൊക്കെ കഴിക്കാതിരിക്കുക. എനിക്ക് ചിലപ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് ചായ കുടിക്കുമ്പോൾ പരിപ്പ് വടയോ സമൂസയോ വടയോ ഇതൊക്കെ കഴിക്കാൻ തോന്നും. പക്ഷേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവിയിൽ പുഴുങ്ങിയിട്ടുള്ള അടയോ അവിടെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, സ്വിച്ച് ചെയ്യുക. ഇത്രയും സിമ്പിൾ. പിന്നെ കൂടുതലായിട്ട് എക്സസൈസോ അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ സംഭവങ്ങളോ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായില്ല. യോഗയാണ്, എല്ലാ ദിവസവും യോഗ ചെയ്യുന്നുണ്ട്. അത് പ്രാണായാമം ചെയ്യും. അതുപോലെ തന്നെ ചില യോഗാസനംസ് ഉണ്ട്, അത് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. ഏത് ആസനമാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആസ്മ കൺട്രോൾ ചെയ്യാൻ, PCOD ഇല്ലാതെ? എനിക്ക് PCOD എന്താ പറയുക, ഫൈബ്രോയിഡ് ഒന്നും ഇല്ല കേട്ടോ.
അതെല്ലാം പോയി. ചെറിയൊരു ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ സെന്റിമീറ്ററിലുണ്ടായിരുന്നു, പക്ഷെ അത് പോയി. അത് ഗട്ട് ക്ലിയർ ആയപ്പോൾ തന്നെ അത് എല്ലാം ക്ലിയർ ആയി. ഈ അപ്പൻഡിസൈറ്റിസിന്റെ സർജറിയും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ കയറി വന്നതായിരുന്നു. ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ഭാഗമായിട്ട് തന്നെ കയറി വന്നതായിരുന്നു. അത് പോയോട് കൂടിയിട്ട്, ആ ഒരു ഓർഗൻ പോയോടുകൂടി ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും എൻ്റെ മാറി. ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു ചിട്ടയിലാണ്. ജങ്ക് ഫുഡൊന്നും അങ്ങനെ കഴിക്കാറില്ല. ബർഗറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ ബർഗറൊക്കെ കഴിക്കാൻ, ചീസ് ഇട്ടിട്ടുള്ള സാധനങ്ങൾ കഴിക്കാൻ, ഇതൊക്കെ കംപ്ലീറ്റ്ലി നിർത്തി. അത്യാവശ്യം ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ പനീർ നല്ലപോലെ കഴിക്കാറുണ്ട്. അതെല്ലാം ഒരു ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ഞാൻ പുറത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ വാങ്ങിച്ചു കൊണ്ട് വന്നിട്ടായാലും പനീർ വെച്ചിട്ടുള്ള കറി കഴിക്കാൻ നോക്കും. ഇത്രയും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മധുരം ഒന്നും അങ്ങനെ കഴിക്കില്ല. ചോക്ലേറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഐസ്ക്രീം നന്നായി കഴിക്കാറുണ്ട്. ലഡു, ജിലേബി, ഇതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം അതൊന്നുമില്ല. അപ്പം അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല 8-ന്റെ പണി കിട്ടും. പെട്ടെന്ന് തന്നെ എനിക്ക് വയറ് അസ്വസ്ഥത ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ ആ ഒരു പോകുന്ന രീതിയിൽ കൂടെ തന്നെയാണ് ഒരു 10-21 ദിവസം കറക്റ്റായിട്ട് പോയത്. ഇത്ര കാലം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്കും അങ്ങനെ വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്രോപ്പർ ഒരു ഡയറ്റീഷ്യനെ കണ്ടതിന് ശേഷം ഒരു ചാർട്ട് വാങ്ങി നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് നിങ്ങളാക്കി കഴിഞ്ഞാൽ ഹെയർ ഫോൾ പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഉണ്ടാവില്ല. കാരണം ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ ഹെയർ ഫോൾ കൺട്രോൾ ആവും. പിന്നെ ബോഡിയിൽ ഇൻഫ്ലമേഷൻസ് ഒന്നും ഉണ്ടാക്കാതിരിക്കുക, നീറ്റായിട്ട് വയ്ക്കുക. നമ്മുടെ ജെനൈറ്റൽ ഓർഗൻസും പ്രൈവറ്റ് പാർട്സും ഒക്കെ നീറ്റായിട്ട് വയ്ക്കുക. പല ആൾക്കാരും എന്നോട് പറയാറുണ്ട്, എപ്പോഴും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ട്, എന്താണ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ബുക്കിംഗ് നമ്പറിലേക്ക് ഇങ്ങനെ മെസ്സേജസ് വരാറുണ്ടെന്ന് സ്റ്റാഫ് എപ്പോഴും ഇങ്ങനെ എനിക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ പറയും. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് എനിക്ക് തോന്നുന്നു കൂടുതലും പെൺകുട്ടികളിൽ, അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ സ്ത്രീകളിലൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ അസുഖം പെട്ടെന്ന് കിട്ടുന്നു. അപ്പം ഒരു വീട്ടിൽ ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ ഹസ്ബൻഡിന് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക, ഇപ്പോൾ യൂറിനറി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്ന് STD ആയിട്ട്, അതായത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടാം. ഇല്ലെങ്കിൽ ബാത്റൂം, നമ്മൾ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് എല്ലാവരും ഒരുമിച്ച് യൂസ് ചെയ്യുന്നല്ല, അത് വൃത്തിയായിട്ട് നമ്മൾ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആൾക്ക് നമ്മളുടെ ഇൻഫെക്ഷൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. കാരണം ഈ വെയിറ്റിൽ ഫ്ലക്ച്വേഷൻസ് വരുന്നതും ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നതിനുള്ള ഒരു റീസണാണ് ഈ പറയുന്ന അൺഹൈജീനിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതെല്ലാം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് നമ്മുടെ ബോഡിയിൽ പോസിറ്റീവായിട്ടുള്ള സൈൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് എൻ്റെ ഒരു ഹെൽത്ത്. എപ്പോഴൊക്കെ നമ്മളുടെ കാര്യങ്ങൾക്ക് ഇറഗുലാരിറ്റി വരുന്നോ, നമുക്ക് ബ്ലോക്ക് എവിടെയെങ്കിലും വരുന്നോ, മൈൻഡ് എവിടെയെങ്കിലും പോകുന്നോ, അവിടെ തുടങ്ങി നമുക്ക് പണികളിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. പരമാവധി സമയം നമ്മൾ ഹാപ്പി ആവാനും എൻഗേജ്ഡ് ആവാനും ശ്രമിക്കുക. പിന്നെ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കുക. അത് ഞാൻ എന്താ പറയുക, കീറ്റോ ഡയറ്റ്, ആ ഡയറ്റ്, ഈ ഡയറ്റ്, ക്രാഷ് ഡയറ്റ്, അങ്ങനെ സംഭവങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല. ഈ ആഷ്കോട്ട് ജ്യൂസ് തന്നെ കുടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം അത് കിഡ്നിക്ക് പ്രശ്നമാവോ, ഭയങ്കര ആൽക്കലൈൻ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഇത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ നിങ്ങളുടെ ഒരു ഡയറ്റീഷ്യനെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഫുഡ് കറക്റ്റായിട്ട് ചെയ്യുക. ബോഡിക്ക് എക്സസൈസ് ഉണ്ടായിരിക്കുക. ഞാൻ യോഗയാണ് ഡെയിലി ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ ആ ഒരു എക്സസൈസ് നിങ്ങൾ ഫോളോ ചെയ്യാം. എക്സസൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ ബോഡി ഭയങ്കരമായിട്ട് വീക്കാവാൻ തുടങ്ങും, മസിൽസ് വീക്കാവാൻ തുടങ്ങും, നമുക്ക് ബോഡിയിൽ അവിടെ ഇവിടെയൊക്കെ വേദനകൾ ഉണ്ടാവാൻ തുടങ്ങും. പിന്നെ അതൊരു ഭാഗമായി മാറും. മുട്ടുവേദന, കാലുവേദന, കൈവേദന, കഴുത്തുവേദന, ഇവിടെ വേദന, അവിടെ വേദന ഒക്കെ ഉണ്ടാവും. പിന്നെ ഓരോന്ന് കുറയാൻ തുടങ്ങും. പിന്നെ കഴിക്കണമൊന്നും ബോഡി അബ്സോർബ് ചെയ്യാണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എന്താ പറയുക, പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് യോഗ, ഏത് യോഗാസനം ചെയ്താലാണ് നമുക്ക് ചെറുപ്പം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക, കുറച്ചും കൂടെ ഗ്ലോ ആയിട്ടിരിക്കാൻ പറ്റുക, യങ് ആയിട്ടിരിക്കാൻ പറ്റുക, ഇതിനെ പറ്റിയൊരു വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.